എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കുന്നത് PSC വളരെ കാലമായിട്ട് പ്രണയത്തിലായ ഒരു വ്യക്തിയെക്കുറിച്ചാണ്. എല്ലാവർക്കും അറിയാം, മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MT വാസുദേവൻ നായരെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് നോക്കാം MT എന്തുകൊണ്ടാണ് PSCക്ക് ഇത്രയധികം പ്രിയപ്പെട്ടവനാണെന്ന് പറയാൻ കാരണം അല്ലേ. MTയെ കുറിച്ച് പരാമർശിക്കാത്ത ഒരു ചോദ്യപേപ്പർ ഇന്നിപ്പോൾ മലയാളത്തിൽ കാണാനില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് MT വാസുദേവൻ നായരെ കുറിച്ച് തന്നെയാണ്. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. ഒരു പക്ഷേ മലയാളിയുടെ വായനാമുറി എത്രയധികം സമ്പുഷ്ടമാക്കി മറ്റൊരു വ്യക്തി ഉണ്ടാവില്ല അല്ലേ. MT അറിയാത്ത ഒരു വായനക്കാരൻ ഉണ്ടാവില്ല, ഒരു കൃതി പോലും വായിക്കാത്ത ഒരു വായനക്കാരനും ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. അങ്ങനെയെങ്കിൽ MT വാസുദേവൻ നായരുടെ ചില പ്രധാനപ്പെട്ട കൃതികളെ കുറിച്ച് നോക്കിയാലോ. അതിൽ ഒന്നാമത്തെ കൃതി തന്നെ നമുക്ക് നോക്കാം. 1958 അദ്ദേഹം പ്രസിദ്ധീകരിച്ച നാലുകെട്ട്. 1958 നാലുകെട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ഒരു ക്ലീഷേ ടൈപ്പിലായിരുന്നു ആദ്യം തുടങ്ങിയത് അല്ലേ. എപ്പോഴും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു നായർ തറവാട് അല്ലെങ്കിൽ വള്ളുവനാടിന്റെ ചരിത്രമായിരുന്നു ആദ്യം തുടങ്ങുന്ന സമയത്ത്. 1959 അതിന് കേരള സാഹിത്യ അവാർഡ് ലഭിക്കുകയാണ്. കേരള സംസ്ഥാന സാഹിത്യ പുരസ്കാരം 1959 ഏതിനാണ് ലഭിക്കുന്നത്? നാലുകെട്ട്. നാലുകെട്ടിലെ പ്രധാന കഥാപാത്രമാണ് അപ്പുണ്ണിയും കോന്നുണ്ണിയും അല്ലേ. മുൻപ് ചോദിച്ചതാണ്, അപ്പുണ്ണി എന്ന കേന്ദ്ര കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ഉത്തരം എന്താണ്? നാലുകെട്ട്. രണ്ടാമത്തെ കൃതിയാണ് മഞ്ഞ്. ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന്റെ ഒന്നാം ഘട്ടത്തിലെ ചോദ്യമായിരുന്നു അല്ലേ. വിമല ടീച്ചർ അല്ലെങ്കിൽ വിമലാദേവി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? അതിൽ 4 MTയുടെ കൃതികൾ തന്നെയായിരുന്നു അല്ലേ. ഉത്തരം എന്താണ്? മഞ്ഞാണ്. അതുവരെ വള്ളുവനാടിന്റെ പശ്ചാത്തലത്തിൽ നിന്ന MT പുതിയൊരു ലോകത്തേക്ക് പോവുകയാണ്. നൈനിറ്റാളിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു കൃതിയാണ്. നൈനിറ്റാളിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു കൃതിയാണ്. MTയുടെ വിശേഷണം എന്തായിരുന്നു? കേരള ഹെമിംഗ്വേ എന്നായിരുന്നു അല്ലേ. കേരള ഹെമിംഗ്വേ എന്ന വിശേഷണം MTക്ക് നേടിക്കൊടുത്ത ഒരു ബോധധാരാ നോവൽ. ശ്രദ്ധിക്കുക, ഒരു ബോധധാരാ നോവലാണ് മഞ്ഞ്. മഞ്ഞിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ വിമല ടീച്ചറും നമ്മുടെ സർദാർജിയും. മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ്. ഏതിലെ വാക്കുകളാണ്? ഒരു മുൻവർഷ ചോദ്യമാണ്. മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ്. ആരുടെ വാക്കുകൾ? സർദാർജി. ഏതു കൃതിയിലെ? ഉത്തരം എന്താണ്? മഞ്ഞ്. എഴുതിയതാര്? MT. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ഉത്തരങ്ങളോട് തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ഉത്തരം എന്തായിരുന്നു? മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ്. ആരാണ് പറഞ്ഞത്? സർദാർജി. ഏതിലാണ് പറയുന്നത്? മഞ്ഞില്. ആരാണ് മഞ്ഞെഴുതിയത്? MT വാസുദേവൻ നായർ. എന്താണ് MT? മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. അടുത്ത കൃതിയാണ് കാലം അല്ലേ. സേതു ഈ ലോകത്ത് ആത്മാർത്ഥമായ ഒരാളെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ. അതാരാണ്? സേതുവിനെയാണ് അല്ലേ. കാലം. സേതുമാധവന്റെയും സുമിത്രയുടെയും കഥ പറയുന്ന കാലം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയാണ് ഏത്? കാലം എന്ന് പറയുന്നത്. അടുത്ത കൃതിയാണ് വാരാണസി അല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാവുന്നു. ആ സംഘർഷങ്ങളുടെ എല്ലാം അവസാനം എന്ന് പറയുന്നത് മോക്ഷത്തിലാണ്. അങ്ങനെ മോക്ഷം ആഗ്രഹിച്ചുകൊണ്ട് കാശി യാത്ര നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ പറയുന്ന, സുധാകരൻ്റെ കഥ പറയുന്ന ഒരു കൃതിയാണ് ഏത്? വാരാണസി എന്ന് പറയുന്നത്. കാശി യാത്രയെ പ്രതിപാദ്യ വിഷയമാക്കിയിട്ട് അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. കേന്ദ്ര കഥാപാത്രം സുധാകരനാണ്. അടുത്തൊരു കൃതിയാണ് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട വാനപ്രസ്ഥം. ഒരു ചെറുകഥയാണ് അല്ലേ. വിനോദിനിയുടെയും കരുണാകരൻ മാഷിന്റെയും കഥ പറയുന്ന വാനപ്രസ്ഥം. ഒരു ചെറുകഥയാണ്. വിനോദിനി ഒരു വിദ്യാർത്ഥിനിയാണ്, നമ്മുടെ കരുണാകരൻ മാഷ് ഒരു അധ്യാപകനാണ്. പ്രണയവും കൂടെ പറഞ്ഞു വയ്ക്കുന്ന ഒരു കൃതിയാണ് ഏത്? നമ്മുടെ പ്രിയപ്പെട്ട വാനപ്രസ്ഥം. അടുത്ത കൃതിയാണ് അസുരവിത്ത്. അസുരവിത്ത് എഴുതിയത് MT വാസുദേവൻ നായരാണ്. കേന്ദ്ര കഥാപാത്രം ഗോവിന്ദൻ കുട്ടിയാണ്. മതസൗഹാർദ്ദത്തിന്റെ കൂടെ കഥ പറഞ്ഞു വയ്ക്കുന്ന നമ്മുടെ അസുരവിത്ത് എഴുതിയതാരാണ്? MT വാസുദേവൻ നായർ. കേന്ദ്ര കഥാപാത്രം ഗോവിന്ദൻ കുട്ടി അല്ലേ. ഗോവിന്ദൻ കുട്ടി, ഈ കുട്ടി മിണ്ടുന്നില്ല അല്ലേ. അതുപോലെ ഗോവിന്ദൻ കുട്ടിയെ കുറിച്ച് പറഞ്ഞ കഥയാണ് ഏത്? അസുരവിത്ത്. അതുപോലെ തന്നെ ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതപ്പെട്ട കൃതിയാണ് രണ്ടാം ഊഴം. അതൊരു നമ്മൾ കണ്ട മഹാഭാരത കഥകളിൽ നിന്ന് വ്യത്യസ്തമാക്കി ആ കഥാപ്രമേയത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് എഴുതിയൊരു കൃതിയാണ് ഏത്? രണ്ടാം ഊഴം. എഴുതിയത് MT വാസുദേവൻ നായർ. കേന്ദ്ര കഥാപാത്രം ഭീമൻ. പഞ്ചപാണ്ഡവരിൽ രണ്ടാം ഊഴക്കാരനായ ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി MT വാസുദേവൻ നായർ എഴുതിയ കൃതിയാണ് ഏത്? രണ്ടാം ഊഴം. കൃതിയുടെ പ്രധാന പശ്ചാത്തലം എന്താണ്? നമ്മുടെ ഭീമനാണ്. രണ്ടാം ഊഴക്കാരനായ ഭീമനാണ് കേന്ദ്ര കഥാപാത്രം. എങ്കിൽ കർണനെ കേന്ദ്ര കഥാപാത്രമാക്കി PK ബാലകൃഷ്ണൻ ഒരു നോവൽ എഴുതിയല്ലോ. എന്തായിരുന്നു പേര്? ഇനി ഞാൻ ഉറങ്ങട്ടെ. ആരാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ ഡയലോഗ് പറയുന്നത്? ദ്രൗപദി അല്ലേ. ദ്രൗപദിയുടെ ഡയലോഗാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. ആ കൃതിയിലെ കേന്ദ്ര കഥാപാത്രം ആരാണ്? കർണൻ. എഴുതിയത് PK ബാലകൃഷ്ണൻ. തിരിച്ചു വരാം. MTയിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. MTയുടെ രണ്ടാം ഊഴത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി MTയുടെ മറ്റൊരു കൃതിയാണ് ഏത്?
ആൾക്കൂട്ടത്തിൽ തനിയെ മുൻപ് ഒരുപാട് തവണ ചോദിച്ച കൃതിയാണ് ആൾക്കൂട്ടത്തിൽ തനിയെ. 3 യാത്രാ വിവരണങ്ങളെ കുറിച്ച് മറക്കാതെ പഠിക്കുക. എത്രാണത്തെ കുറിച്ചാണ്? 3 യാത്രാ വിവരണങ്ങൾ. അതിൽ ഒന്നാമത്തെ യാത്രാ വിവരണമാണ് ആൾക്കൂട്ടത്തിൽ തനിയെ. ഏകദേശം 2 മാസക്കാലത്തോളം അമേരിക്കയിൽ MT കഴിച്ചു കൂട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ 2 മാസക്കാലത്തെ അമേരിക്കൻ ജീവിതത്തിന്റെ കഥ പറയുന്ന കൃതിയാണ് ആൾക്കൂട്ടത്തിൽ തനിയെ. ഒരു മുൻവർഷ ചോദ്യമാണ്. അടുത്തൊരു കൃതിയാണ് വൻകടലിലെ തുഴവള്ളക്കാർ. എഴുതിയതാരാണ്? നമ്മുടെ MT വാസുദേവൻ നായരാണ്. വൻകടലിലെ തുഴവള്ളക്കാർ. ചൈന അല്ലേ, ചൈനയെ കുറിച്ച് എഴുതുന്നതാണ്. ചൈനയുടെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു യാത്രാ വിവരണമാണ്. എന്തിനാണ് മൂപ്പര് ചൈനയ്ക്ക് പോയി എന്നൊരു ചോദ്യം വരും അല്ലേ. സ്വാഭാവികമായിട്ടും നീ എന്തിനാ ചൈനയ്ക്ക് പോയി എന്ന് ചോദിക്കുന്നത് അല്ലേ. മൂപ്പര് എന്തിനാ ചൈനയ്ക്ക് പോയത്? ഈ വൻകടൽ എന്ന് പറയുന്നത് ഒരു സാഹിത്യമായിട്ട് എടുക്കുക. തുഴവള്ളക്കാർ എന്ന് പറഞ്ഞാൽ സാഹിത്യ പ്രതിഭകളായിട്ട് എടുക്കുക അല്ലേ. ഒപ്പം തുഴയുന്ന ആളുകളല്ലേ. അപ്പോൾ സാഹിത്യ പ്രതിഭകൾ. MT ഒരു സാഹിത്യകാരനാണല്ലോ. അപ്പോൾ വൻകടൽ എന്താണ്? സാഹിത്യമാണ് അല്ലേ. സാഹിത്യ പ്രതിഭകളെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ സാഹിത്യ പ്രതിഭകളെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ചൈനയിലേക്ക് പോകുന്നത്. ആ വൻകടൽ സാഹിത്യമാണെന്ന് എടുക്കുക, തുഴവള്ളക്കാർ സാഹിത്യ പ്രതിഭകളാണെന്ന് എടുക്കുക. ഈ സാഹിത്യ പ്രതിഭകളെ എവിടെ വെച്ചാണ് ആദരിക്കുന്നത്? ചൈനയിൽ വെച്ച്. അപ്പോൾ വൻകടലിലെ തുഴവള്ളക്കാർ കൃതി എഴുതിയത് ആരാണ്? MT വാസുദേവൻ നായരാണ്. എന്തിൻ്റെ പശ്ചാത്തലത്തിൽ? ചൈനയുടെ പശ്ചാത്തലത്തിൽ. ഏത് വിഭാഗത്തിൽ പെടുന്നു? യാത്രാ വിവരണത്തിൽ. അടുത്തൊരു കൃതിയാണ് വളരെ പ്രധാനപ്പെട്ട, ഒരുപാട് തവണ ചോദിച്ചൊരു കൃതി കൂടെയാണ് മനുഷ്യർ നിഴലുകൾ. മനുഷ്യർ നിഴലുകൾ ആരുടെ യാത്രാ വിവരണമാണ്? MT വാസുദേവൻ നായരുടെ യാത്രാ വിവരണമാണ്. യൂറോപ്പിന്റെ പശ്ചാത്തലത്തിൽ ആദ്യത്തെ യൂറോപ്പ് യാത്രയെക്കുറിച്ച് മൂപ്പര് എഴുതിയ കൃതിയാണ് ഏത്? മനുഷ്യർ നിഴലുകൾ എന്ന് പറയുന്നത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ചില ചെറുകഥകളൊക്കെ നമുക്ക് നോക്കാം. അതിനൊപ്പം തന്നെ MTക്ക് എത്ര അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം അല്ലേ. ഒരു 3 സംസ്ഥാന അവാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. കേരള സംസ്ഥാന സാഹിത്യ പുരസ്കാരം എത്രണ്ണം കിട്ടിയിട്ടുണ്ട്? 3 കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു നോക്കാം. ആദ്യം ഒരു കഥയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. കഥയുടെ പേരെന്താണ്? കഥയുടെ പേരാണ് സ്വർഗം തുറക്കുന്ന സമയം. സ്വർഗം തുറക്കുന്ന സമയം എന്ന ഒരു ചെറുകഥയ്ക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അടുത്തൊരു കൃതിയായിരുന്നു, എല്ലാവർക്കും അറിയാം, 4 കെട്ട്. 1958 എഴുതി 1959 അവാർഡ് കിട്ടുകയാണ്. 4 കെട്ട്. അപ്പുണ്ണിയാണ് കേന്ദ്ര കഥാപാത്രം. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു കൃതി കൂടെയുണ്ട്. MT എഴുതിയ ഒരേ ഒരു നാടകമാണ് ഗോപുരനടയിൽ. അപ്പോൾ MT എഴുതിയ ഒരേ ഒരു നാടകം, ചോദ്യം 1 മാർക്ക്, ഗോപുരനടയിൽ. അതിന് എന്ത് കിട്ടിയിട്ടുണ്ട്? കേരള സംസ്ഥാന സാഹിത്യ പുരസ്കാരം. 3 കേരള സംസ്ഥാന സാഹിത്യ പുരസ്കാരം എന്നല്ലേ പറഞ്ഞത്. ഒന്നാമത്തത് ഒരു കഥയായിരുന്നു, കഥയുടെ പേര് സ്വർഗം തുറക്കുന്ന സമയം. രണ്ടാമത്തത് ഒരു നാടകമായിരുന്നു, MT എഴുതിയ ഒരേ ഒരു നാടകമാണ് ഗോപുരനടയിൽ. മൂന്നാമത്തത് എന്താണ്? ഒരു നോവലാണ്. നോവലിൻ്റെ പേരാണ് 4 കെട്ട്. 58 പ്രസിദ്ധീകരിക്കുന്നത്. 59 കേരള സംസ്ഥാന സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത്. കേന്ദ്ര സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നുണ്ട്. ഒരേ ഒരു കേന്ദ്ര സാഹിത്യ പുരസ്കാരം ഏതാണ്? കാലത്തിനാണ് കിട്ടുന്നത്. സുമിത്രയുടെയും സേതുവിനെയും കഥ പറയുന്ന കാലത്തിനാണ്. ഒരു വയലാർ അവാർഡ് കൂടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഏതിനായിരുന്നു വയലാർ അവാർഡ്? MT ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയ 2ാം ഊഴത്തിനൊരു വയലാർ അവാർഡും, അതുപോലെ തന്നെ വാനപ്രസ്ഥം എന്ന ചെറുകഥയ്ക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഓടക്കുഴൽ അവാർഡ്. വാനപ്രസ്ഥം എന്ന ചെറുകഥയ്ക്ക് ഓടക്കുഴൽ അവാർഡും കിട്ടിയിട്ടുണ്ട്. ഇനി MT കുറച്ച് സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ. നിർമാല്യം. 1973 MT ആദ്യമായിട്ടൊരു കഥ എഴുതി തിരക്കഥയാക്കി സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ പേര് നിർമാല്യമാണ്. ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചതാണ്. 73 പുറത്തിറങ്ങുന്നത്. അതിൽ നമ്മുടെ PJ ആന്റണി അല്ലേ ആദ്യമായി കേരളത്തിൽ നിന്നും ഒരു വ്യക്തി ഭരത് അവാർഡ് നേടുകയാണ്. എന്താണ് ഭരത് അവാർഡ്? മികച്ച നടനുള്ള കേന്ദ്ര അവാർഡാണ് അല്ലേ. കേന്ദ്രം കൊടുക്കുന്ന മികച്ച നടനുള്ള അവാർഡാണ് എന്ത്? ഭരത് അവാർഡ്. ആദ്യമായി നേടിയ മലയാളി PJ ആന്റണി. സിനിമ നിർമാല്യം. അങ്ങനെയെങ്കിൽ PJ ആന്റണി ആദ്യമായി അഭിനയിച്ച സിനിമ ഏതാണ്? ആദ്യമായി PJ ആന്റണി അഭിനയിച്ച സിനിമയാണ് രണ്ടിടങ്ങഴി. ആരാണ് രണ്ടിടങ്ങഴി എഴുതിയത്? തകഴി ശിവശങ്കരപ്പിള്ള. ആരാണ് തകഴി ശിവശങ്കരപ്പിള്ള അല്ലേ? കേരള മുപ്പ് സോങ് എന്നറിയപ്പെടുന്ന തകഴി ശിവശങ്കരപ്പിള്ളയുടെ തിരക്കഥയാക്കപ്പെട്ട ആദ്യത്തെ കൃതിയാണ് രണ്ടിടങ്ങഴി. എല്ലാവരുടെയും മനസ്സിൽ ചെമ്മീൻ എന്നിങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ. അത് തെറ്റാണ്. ചെമ്മീൻ തകഴിയുടെ തിരക്കഥയാക്കപ്പെടുത്ത രണ്ടാമത്തെ കൃതിയാണ് ചെമ്മീൻ. ഇങ്ങനെ പഠിക്കുക. രണ്ടിടങ്ങഴി കൊടുത്ത് ചെമ്മീൻ വാങ്ങി. രണ്ടിടങ്ങഴി കൊടുത്ത് ചെമ്മീനാണ് വാങ്ങിയത് അല്ലേ. ഇപ്പോൾ രണ്ടിടങ്ങഴി ആദ്യമായിട്ട് തിരക്കഥയാക്കപ്പെട്ട കൃതിയാണ് രണ്ടിടങ്ങഴി. എഴുതിയതാരാണ്? നമ്മുടെ പ്രിയപ്പെട്ട തകഴി ശിവശങ്കരപ്പിള്ള. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ കൃതിയാണ് ഏത്? ചെമ്മീൻ. ഏറ്റവും അധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മലയാള കൃതി, ഏറ്റവും അധികം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട മലയാളം കൃതിയാണ് ഏത്? ചെമ്മീൻ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് പ്രസിഡന്റിന്റെ അവാർഡ് വാങ്ങുന്ന, വെറും അവാർഡല്ല, സ്വർണ്ണ മെഡൽ ഇല്ലേ. ഇപ്പോൾ ചെമ്മീനൊക്കെ സ്വർണത്തിന്റെ വിലയാണെന്ന് പഠിക്കുക അല്ലേ. ചെമ്മീനൊക്കെ എന്താണ്? സ്വർണത്തിന്റെ വിലയാണ്. ആദ്യമായിട്ട് പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ, ചെമ്പും വെള്ളിയും വെങ്കലം ഒന്നുമല്ല, എന്താണ്? സ്വർണ്ണ മെഡലാണ്. ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ നേടുന്ന തകഴി ശിവശങ്കരപ്പിള്ളയുടെ കൃതിയാണ് ഏത്?
ചെമ്മീൻ ഏറ്റവും അധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. നമ്മുടെ തകഴിയുടെ തിരക്കഥയാക്കപ്പെട്ട രണ്ടാമത്തെ നോവലാണ് ചെമ്മീൻ എന്ന് കൂടെ പഠിക്കുക. അങ്ങനെയെങ്കിൽ തകഴിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് MTയിലേക്ക് തിരിച്ചു വരാം അല്ലേ. 2.5 നൂറ്റാണ്ടിന്റെ കഥ പറയുന്ന, എന്തിന്റെ കഥ പറയുന്ന? 2.5 നൂറ്റാണ്ടിന്റെ കുട്ടനാടിന്റെ കഥ പറയുന്ന, കുട്ടനാടിന്റെ കഥാകാരൻ എന്നാണല്ലോ തകഴി അറിയപ്പെടുന്നത്. അപ്പൊ 2.5 നൂറ്റാണ്ടിന്റെ, ഒന്നും രണ്ടുമല്ല 2.5, ഒന്നോ രണ്ടോ അല്ല 2.5 നൂറ്റാണ്ടിന്റെ കഥ പറയുന്ന, കുട്ടനാടിന്റെ കഥ പറയുന്ന കൃതിയാണ് ഇത് കയർ എന്ന് പറയുന്നത്. ഒരു ബൃഹത് ഗ്രന്ഥമാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ. എഴുതിയത് വിലാസിനിയിലെ MK മേനോൻ, മൂർക്കനാട്ട് കൃഷ്ണൻകുട്ടി മേനോൻ എന്നറിയപ്പെടുന്ന, വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന MK മേനോൻ എഴുതിയ അവകാശികളാണ് മലയാളത്തിലെ ബൃഹത്തായ നോവൽ എന്ന് പറയുന്നത്. ആ ബൃഹത്തായ നോവൽ അവകാശികൾക്ക് ശേഷം വരുന്ന രണ്ടാമത്തെ വലിയ നോവൽ, കീവേഡ് എന്താണ്? രണ്ടാമത്തെ വലിയ നോവലാണ് കയർ. എഴുതിയത് തകഴി ശിവശങ്കരപിള്ള. നമുക്ക് നേരെ ഇങ്ങോട്ട് വരാം, 2 ഇടങ്ങഴി തുടങ്ങിയ വ്യക്തിയിലേക്ക് വരാം. PJ ആന്റണി. എന്തായിരുന്നു? നിർമാല്യം 1973. അതിനുശേഷം അദ്ദേഹം ഒരു സിനിമ എടുക്കുന്നത് ബന്ധനം എന്നാണ് സിനിമയുടെ പേര്. സിനിമയുടെ പേരെന്താണ്? ബന്ധനം. അദ്ദേഹമാണത് സംവിധാനം ചെയ്യുന്നത്. സംവിധാനത്തെ കുറിച്ചാണ് പറയുന്നത്. ബന്ധനം 1978 MT എന്ത് ചെയ്യുന്നത്? സംവിധാനം ചെയ്യുന്നത്. രണ്ടാമത്തെ സിനിമ ബന്ധനം. മൂന്നാമത്തെ സിനിമയാണ് മഞ്ഞ്. എല്ലാവർക്കും അറിയാം അല്ലേ, മഞ്ഞ്. നൈനിറ്റാളിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട, കേരള ഹെമിംഗ്വേ എന്ന് MTക്ക് പേര് വാങ്ങിക്കൊടുത്ത ഒരു ബോധധാര നോവൽ മഞ്ഞ്. അതെന്താവുന്നു? തിരക്കഥയാവുന്നു. നാലാമത്തെ സിനിമയാണ് വാരിക്കുഴി. 1982 വാരിക്കുഴി തിരക്കഥയാക്കി സംവിധാനം ചെയ്യുന്നത്. വാരിക്കുഴി PSCക്ക് ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. എങ്ങനെയെന്നറിയോ? 2018 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ചോദിച്ചൊരു ചോദ്യമാണ്. വാരിക്കുഴി എന്നുള്ള ചെറുകഥ എഴുതിയതാരാണ്? വാരിക്കുഴി എന്ന ചെറുകഥ എഴുതിയതാരാണ്? നമ്മുടെ പ്രിയപ്പെട്ട MT വാസുദേവൻ നായർ. വാരിക്കുഴി എന്ന ചെറുകഥ എഴുതിയതാരാണ്? MT വാസുദേവൻ നായർ. ഈ ചെറുകഥ ശ്രദ്ധിക്കുക, വാരിക്കുഴി എന്ന ചെറുകഥ MTയുടേതാണ്. ഈ ചെറുകഥ MT എന്താവുന്നു? ചെറുകഥയിൽ നിന്ന് തിരക്കഥയാവുന്നു. തിരക്കഥയിൽ നിന്ന് സിനിമയാവുന്നു. അടുത്ത സിനിമ കടവ് സംവിധാനം ചെയ്തതും ആര് തന്നെയാണ്? MT ആണ്. 1991 കടവ് സംവിധാനം ചെയ്യുന്നത്. പിന്നീട് ഒരു ചെറുപുഞ്ചിരി 2001. നമ്മുടെയൊക്കെ സ്കൂൾ കാലഘട്ടം വളരെ മനോഹരമാക്കിയൊരു സിനിമയായിരുന്നു അല്ലേ, ഒരു ചെറുപുഞ്ചിരി അല്ലേ. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അഭിനയിച്ച് തകർത്ത ഒരു സിനിമ കൂടെയാണ് ഇത് ഒരു ചെറുപുഞ്ചിരി എന്ന് പറയുന്നത്. MT ആണ് സംവിധാനം ചെയ്യുന്നത്. 2000 സിനിമ ഇറങ്ങുന്നത്. 2001 മികച്ച പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം. ശ്രദ്ധിക്കുക, 2001 മികച്ച പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്ന കൃതിയാണ് ഏത്? ഒരു ചെറുപുഞ്ചിരി, അല്ലെങ്കിൽ സിനിമയാണ് ഏത്? ഒരു ചെറുപുഞ്ചിരി. MT കിട്ടിയ വളരെ പ്രധാനപ്പെട്ട ചില അവാർഡുകളെ കുറിച്ച് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠം. 1961 ജ്ഞാനപീഠം കൊണ്ടുവരുന്നത് അല്ലേ. പക്ഷെ കൊടുക്കാൻ തുടങ്ങിയത് 1965 ആദ്യമായിട്ട് ജ്ഞാനപീഠം നേടുന്നത് ഒരു മലയാളിയാണ്. മലയാളിയുടെ പേരാണ് G ശങ്കരക്കുറുപ്പ്. G എന്നറിയപ്പെടുന്ന ശങ്കരക്കുറുപ്പ്. ഓർമ്മയുടെ ഓളങ്ങളിൽ എന്ന ആത്മകഥ എഴുതിയ G ശങ്കരക്കുറുപ്പിനാണ് ആദ്യമായിട്ടൊരു ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നത്. 1965. കൃതിയുടെ പേര് ഓടക്കുഴൽ. ആ ഓടക്കുഴൽ വേറെ എവിടെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ. സാറ ജോസഫിന് കിട്ടിയ അവാർഡിന്റെ പേരെന്താണ്? ഓടക്കുഴലായിരുന്നു അല്ലേ. അപ്പോൾ ഓടക്കുഴൽ ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ഓടക്കുഴൽ അവാർഡ് കൊടുക്കുന്നത്. ഇന്ന് നിലവിൽ സമ്മാനത്തുക 30,000 രൂപയാണ്. 2021 ഓടക്കുഴൽ അവാർഡ് ജേതാവാണ് ആര്? നമ്മുടെ പ്രിയപ്പെട്ട സാറ ജോസഫ്. കൃതിയുടെ പേര് ബുധിനി എന്നായിരുന്നു. നമ്മുടെ വയലാർ അവാർഡിനൊപ്പം തന്നെ ഓടക്കുഴൽ അവാർഡ് പറയാൻ വിട്ടുപോയി. ഓടക്കുഴൽ അവാർഡ് വാനപ്രസ്ഥം എന്നുള്ള കൃതിക്ക് ആർക്ക് കിട്ടിയിട്ടുണ്ട്? നമ്മുടെ MT വാസുദേവൻ നായർക്ക് കിട്ടിയിട്ടുണ്ട്. തിരിച്ചു വരാം. പത്മഭൂഷൺ അവാർഡ് 2005 കിട്ടുന്നുണ്ട്. ജ്ഞാനപീഠ പുരസ്കാരം 1995 ലഭിക്കുന്നുണ്ട്. 1995 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നുണ്ട്. 1982 മുതൽ സമഗ്ര സംഭാവനയ്ക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം കൊടുത്തു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 1995 MTക്ക് സമഗ്ര സംഭാവനയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു. 2005 പത്മഭൂഷൺ ലഭിക്കുന്നു അല്ലേ. എവിടേക്കാണ് മൂപ്പരുടെ പോക്ക് എന്ന് അല്ലേ. തിരിച്ചു വരാം. കഥ എന്തായിരുന്നു? കേരള സംസ്ഥാന സാഹിത്യ പുരസ്കാരം ലഭിച്ച കഥ ഏതാണ്? എല്ലാവർക്കും അറിയാം, വളരെ പ്രിയപ്പെട്ട ഒരു കഥയായിരുന്നു അല്ലേ. സ്വർഗം തുറക്കുന്ന സമയം. രണ്ടാമത്തെ ഒരു നോവലായിരുന്നു. 1958 ഇറങ്ങിയ നാലുകെട്ട്. മൂന്നാമത് പറഞ്ഞതാണ് ഒരു നാടകമാണ് ഗോപുരനടയിൽ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത് കാലം. സേതുവിന്റെയും സുമിത്രയുടെയും കഥ പറയുന്ന കാലം. വയലാർ അവാർഡ് 2ാം ഊഴം. ഓടക്കുഴൽ പുരസ്കാരം കിട്ടുന്നത് വാനപ്രസ്ഥം എന്ന ചെറുകഥയ്ക്കാണ്. ഇനി MTയുടെ ഒരു പഠനകൃതിയുണ്ട്. ഹെമിംഗ്വേ ഒരു മുഖവുര എന്ന കൃതി എഴുതിയത് ആര്? ഹെമിംഗ്വേ ഒരു മുഖവുര എന്ന കൃതി എഴുതിയത് ആരാണ്?
MT വാസുദേവൻ നായരാണ്. HSI SC ST 2016 വന്നൊരു ചോദ്യമാണ് പകച്ചുപോയ എൻ്റെ ബാല്യം. ഈശ്വര, ഇങ്ങനെയൊക്കെ പുസ്തകം ഉണ്ടോ എന്ന് കുട്ടികൾ ഒരുപാട് ചിന്തിച്ച് അവശരായൊരു ചോദ്യം കൂടെ ആയിരുന്നു. എന്ത്? ഏണസ്റ്റ് ഹെമിംഗ്വേയെ കുറിച്ച് എഴുതിയ പഠനകൃതിയാണെന്ന് കൂടെ ആലോചിച്ച് വയ്ക്കുക. ഒരു പഠനകൃതിയാണ് ഇത് ഹെമിംഗ്വേ ഒരു മുഖവുര. ഹെമിംഗ്വേ ഒരു മുഖവുര ഒരു പഠനകൃതിയാണ്. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ സാഹിത്യവും ഭാഷയും പ്രതിപാദ്യ വിഷയമായി MT വാസുദേവൻ നായർ എഴുതിയ കൃതിയുടെ പേരെന്താണ്? ഹെമിംഗ്വേ ഒരു മുഖവുര. 2016 HSI SC ST ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ചോദ്യം കൂടെയാണ്. അപ്പോൾ ഇന്നത്തോടുകൂടി നിങ്ങളുടെ MT എന്നുള്ള ഒരു വിഷയത്തിൻ്റെ 3/4 ഭാഗത്തോളം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.